ബാലകഥകൾ. രാജകുമാരിയും മാന്ത്രിക എണ്ണയും. പണ്ട് പണ്ട് മയൂരപുരം എന്ന മനോഹരമായ ഒരു രാജ്യം ഉണ്ടായിരുന്നു. അവിടെ മയൂര എന്നു പേരുള്ള ഒരു രാജകുമാരി ജീവിച്ചിരുന്നു. പേര് പോലെ തന്നെ അവൾ അതിസുന്ദരിയായിരുന്നു. പക്ഷേ തന്റെ സൗന്ദര്യത്തിൽ വലിയ അഹങ്കാരമായിരുന്നു. നാട്ടിലെ സാധാരണക്കാരെ കാണുന്നതോ അവരോട് സംസാരിക്കുന്നതോ ഇഷ്ടമല്ലായിരുന്നു. രാജകുമാരിക്ക് ഒരു പരാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ മുടിക്ക് നീളം പോരാ. ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുടി തനിക്കായിരിക്കണം എന്നതായിരുന്നു അവളുടെ വാശി. ഇതിനായി അവൾ പല പല എണ്ണകളും മരുന്നുകളും പരീക്ഷിച്ചു. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുടി വേണം. അത് നിലത്ത് മുട്ടി നിൽക്കണം. എന്നേക്കാൾ സുന്ദരിയായി വേറെ ആരും ഉണ്ടാകാൻ പാടില്ല. രാജകുമാരി, ദൈവം തന്ന ഈ മുടി തന്നെ നല്ലതാണല്ലോ. അമിതമായ സൗന്ദര്യം വേണമെന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ? നീ നിന്റെ പണി നോക്ക്. എനിക്ക് വേണ്ടത് സൗന്ദര്യമാണ്, നിന്റെ ഉപദേശമല്ല. മനസ്സിലായോ? അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൊട്ടാരത്തിൽ ഒരു വിദേശി വന്നു. അയാൾ തിളങ്ങുന്ന ഒരു എണ്ണ കുപ്പിയെടുത്ത് രാജകുമാരിക്ക് കാണിച്ചു കൊടുത്തു. രാജകുമാരി, ഇത് ഒരു മാന്ത്രിക എണ്ണയാണ്. ഇത് തലയിൽ പുരട്ടി ഉറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മുടി നിലത്ത് മുറ്റി നിൽക്കും. പക്ഷേ ഇതിനൊരു നിബന്ധനയുണ്ട്. നിബന്ധനയൊന്നും എനിക്ക് കേൾക്കണ്ട. ആ മാന്ത്രിക എണ്ണ ഇങ്ങു തന്നേക്കൂ. എനിക്ക് നീളമുള്ള മുടി മതി. ആ വിദേശി മാന്ത്രിക എണ്ണ രാജകുമാരിക്ക് കൊടുത്തു. അഹങ്കാരിയായ രാജകുമാരി വിദേശി പറഞ്ഞ നിബന്ധന കേൾക്കാതെ മുറിയിലേക്ക് പോയി. ആ വിദേശി പറയാൻ വന്ന നിബന്ധന ഇതായിരുന്നു: ഇത് തേച്ചാൽ അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് ആരോടും ദേഷ്യപ്പെടരുത്. എപ്പോഴും ചിരിക്കണം. ദേഷ്യപ്പെട്ടാൽ മുടി വിരൂപമാകും. അന്ന് രാത്രി തന്നെ രാജകുമാരി തന്റെ തോഴിമാരെ കൊണ്ട് ആ മാന്ത്രിക എണ്ണ തലയിൽ നന്നായി തേച്ചു പിടിപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ രാജകുമാരി കണ്ണാടിയിൽ നോക്കിയപ്പോൾ അതിശയകരമായ സൗന്ദര്യം. മുടി നിലത്ത് മുട്ടിക്കിടക്കുന്നു. രാജകുമാരി സന്തോഷത്തോടെ നാട്ടുകാരെ തന്റെ മുടി കാണിക്കാൻ പുറത്തിറങ്ങി. രാജകുമാരി അഹങ്കാരത്തോടെ നടന്നു വരുമ്പോൾ കൊട്ടാരമുറ്റത്ത് ഒരു ചെറിയ കുരങ്ങൻ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അതറിയാതെ രാജകുമാരിയുടെ നീളമുള്ള മുടിയിൽ ചവിട്ടി. രാജകുമാരിക്ക് ദേഷ്യം അടക്കാനായില്ല. ഈ വൃത്തികെട്ട കുരങ്ങ, എന്റെ വിലപിടിപ്പുള്ള മുടിയിൽ ചവിട്ടാൻ നിനക്ക് എത്ര ധൈര്യം വന്നു? നിന്നെ ഞാൻ കഠിനമായി ശിക്ഷിക്കും. ദേഷ്യം വന്ന ആ നിമിഷം മാന്ത്രിക എണ്ണയുടെ ശാപം പ്രവർത്തിച്ചു. നിമിഷ നേരം കൊണ്ട് രാജകുമാരിയുടെ നിലത്ത് മുട്ടി നിന്ന നീളമുള്ള മുടി ചുരുങ്ങി ചുരുങ്ങി ഒരു കുരങ്ങന്റെ വാല് പോലെയായി മാറി. രാജകുമാരി തന്റെ തലയിൽ കൈവച്ചപ്പോൾ സംഗതി വാലാണെന്ന് മനസ്സിലായി. നാട്ടുകാരെല്ലാം ഇത് കണ്ട് ചിരിച്ചു മറിഞ്ഞു. അമ്മേ, നോക്കൂ,
രാജകുമാരിയുടെ തലയിൽ ഒരു വാല് മുളച്ചിരിക്കുന്നു. ഇനി കിരീടം വയ്ക്കാൻ പറ്റില്ലല്ലോ. വാലിന് തൂങ്ങാൻ ഒരു മരക്കൊമ്പ് നോക്കേണ്ടി വരുമല്ലോ. അല്ല അമ്മേ, രാജകുമാരി ഇപ്പോൾ ഒരു പ്രത്യേക തരം കുരങ്ങനെ പോലെ ഉണ്ടല്ലോ. ആ മുടി വാല് കൊണ്ട് ഈച്ചയെ ആട്ടാൻ കൊള്ളാം. അയ്യോ, എന്റെ മുടിയെല്ലാം പോയേ. അടുത്ത ദിവസം രാജകുമാരി കൊട്ടാരത്തിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ വിദേശി വീണ്ടും അവിടേക്ക് വന്നത്. വിഷമിച്ചിരിക്കുന്ന രാജകുമാരിയെ നോക്കി വിദേശി പറഞ്ഞു, രാജകുമാരി, സൗന്ദര്യത്തെക്കാൾ വലുത് എളിമയാണെന്ന് നിങ്ങൾ പഠിക്കാനാണ് ഇത് സംഭവിച്ചത്. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുകയും അഹങ്കാരം ഉപേക്ഷിക്കുകയും ചെയ്താൽ ഈ വാൽ അപ്രത്യക്ഷമാകും. അന്നു മുതൽ മയൂര രാജകുമാരി തന്റെ അഹങ്കാരം ഉപേക്ഷിച്ചു. രാജകുമാരി എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. അധികം വൈകാതെ രാജകുമാരിയുടെ തലയിലെ വാല് മാറി പഴയ മുടി തിരിച്ചു കിട്ടി. ഗുണപാഠം: അമിതമായ ആഗ്രഹവും അഹങ്കാരവും ആപത്താണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സൗന്ദര്യം. ഈ കഥയിലെ ഗുണപാഠം എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുമല്ലോ, അല്ലേ? എങ്കിൽ വീഡിയോയ്ക്കൊരു ലൈക്ക് തന്ന് നിങ്ങളുടെ സ്നേഹം അറിയിക്കണേ. ഇനിയും ഇതുപോലെ ഒരുപാട് അറിവുകളും കഥകളും ഈ തേൻകൂട്ടിലുണ്ട്. അതെല്ലാം കാണാനായി മധുരപ്പെട്ടി എന്ന നമ്മുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മധുരപ്പെട്ടി, അറിവിന്റെയും കഥകളുടെയും തേൻകൂട്. അടുത്ത കഥയുമായി നമുക്ക് വേഗം കാണാം.